പ്രഭാസിന്റെ പുതിയ സിനിമയായ രാജാസാബിന്റെ ടീസർ റിലീസായിട്ടുണ്ട്. ഒരുപാട് പുതുമകൾ തോന്നുന്ന ട്രീസറായിട്ടാണ് അത് കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും നമുക്ക് ട്രീസർ ഒന്ന് കാണാം. നിന്റെ ബ്രെയിൻ എന്റെ കമാൻഡ്സ് മാത്രമേ ഫോളോ ചെയ്യൂ. കൊന്ന കൊല വിളിക്കാൻ അമ്മോ. പരിചയപ്പെടുത്തുന്നത് എന്തിനാടാ? പിന്നെ എന്ത് നോക്കി നിൽക്കാ? ഓടിക്കാടാ. Suddenly climate change. Why? മുത്തശ്ശൻ അത്ഭുതങ്ങൾ കണ്ട് രസിച്ചാ മതി. ക്വസ്റ്റ്യൻ ചെയ്യരുത്. ആദ്യം മറക്കാത്ത രീതിയിൽ ഒരു പണി ചെയ്യണം. 3 മിനിറ്റ് 31 സെക്കൻഡാണ് ഈ ടീസറിന്റെ ദൈർഘ്യം. ഹൊറർ റൊമാൻറ്റിക് ആക്ഷൻ സിനിമ എന്നാണ് ഇതിന്റെ ടൈറ്റിൽ കാർഡിൽ കാണിക്കുന്നത്. പക്ഷെ ഇതിലെ ഹൊറർ കണ്ടിട്ട് എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. ഒരു കോമഡി കാണിച്ചിരിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ട്രെയിലറിൽ ഹൊറർ കാണിക്കുമ്പോൾ. മാരുതി സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമയിൽ പ്രഭാസിനെ കൂടാതെ നിധി അഗർവാൾ, സഞ്ജയ് ദത്ത, മാളവിക മോഹൻ എന്നിവരാണ് താരങ്ങൾ. മാളവിക മോഹൻ നമുക്ക് കുറച്ചുകൂടി പരിചിതയാണ്. ഇപ്പോൾ ഓണത്തിനിറങ്ങിയ ഹൃദയപൂർവ്വത്തിലെ നായികയാണ് മാളവിക മോഹൻ. ജനുവരി 9, 2026 റിലീസ് പറഞ്ഞിരിക്കുന്ന ഈ സിനിമയുടെ വിഷ്വൽ എഫക്ട്സുകളെല്ലാം മാരകമാണ്. അത്ര കിടിലമായുള്ള വിഷ്വൽ എഫക്ട്സ് അവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 400-450 കോടി ബഡ്ജറ്റ് വരുമ്പോൾ അവർക്ക് ഇത്രയും വിഷ്വൽ എഫക്ട്സ് കാണിക്കുന്നത് എളുപ്പം തന്നെ ആയിരിക്കും. പക്ഷേ എന്തുകൊണ്ടോ വിഷ്വൽ എഫക്ട്സ് ഒക്കെ സൂപ്പർ ആയിരുന്നിട്ട് പോലും ആ സിനിമയുടെ ട്രെയിലർ എനിക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. എവിടെയൊക്കെയോ കുറയോ എന്തൊക്കെയോ ഏച്ചു കിട്ടിയിരിക്കുന്നത് പോലെ ഒരു ഫീലിംഗ്. പ്രഭാസ് എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് എന്നല്ല, ഇന്ത്യൻ സിനിമയുടെ മനസ്സിലേക്ക് തന്നെ ആദ്യം ഓടിയത് ബാഹുബലിയുടെ പ്രഭാസിന്റെ മുഖമാണ്. ഈ സിനിമയിലും കൊട്ടാരമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ മുതലയുമായുള്ളൊരു സീൻ കാണിക്കുന്നുണ്ട്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു സിനിമയിൽ വരുമ്പോൾ അത് ഒത്തിരി വളരെ നല്ലൊരു ആക്ഷൻ സീൻ ആയിരിക്കണം. നമുക്ക് ഒത്തിരി തിയേറ്ററിൽ എണീറ്റ് നിൽക്കാനൊക്കെ തോന്നുന്ന ഒരു സീൻ ആവാം എന്ന് ഒരു പ്രതീക്ഷയുണ്ട്. അല്ലാതെ ബാക്കി സീനുകളെല്ലാം ഈ സിനിമയുടേത് കണ്ടപ്പോൾ എനിക്ക് അത്ര ഭയങ്കര അത്ഭുതമായൊന്നും തോന്നിയില്ല, കുറച്ച് വിഷ്വൽ എഫക്ട്സ് ഒഴിച്ചാൽ. ഇതിന്റെ ഡയറക്ടറെ കുറിച്ച് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അദ്ദേഹം ഇതിനു മുമ്പേ പിടിച്ചിട്ടുള്ളതെല്ലാം ലോ ബഡ്ജറ്റ് സിനിമകൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ 400-450 കോടി രൂപ മുടക്കുന്ന ഈ സിനിമയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ആ 450 കോടി രൂപയിലെ ഒരു വലിയ റെമ്യൂണറേഷൻ പ്രഭാസിൻ്റെതാണ്. പിന്നെ വിഷ്വൽ എഫക്ട്സും വളരെ പൈസ മുടക്കിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം സ്ക്രീനിൽ കാണാം. പക്ഷെ ഈ ഹൊറർ കൊണ്ടൊന്നും മലയാളികളെ പേടിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഈ ട്രെയിലർ കാണിച്ച ഹൊറർ കൊണ്ട് എന്തായാലും മലയാളികൾ പേടിക്കില്ല. മലയാളികൾ വേറെ റേഞ്ചാണ്. തമന്റെ മ്യൂസിക്കാണ് മറ്റൊരു ഹൈലൈറ്റായി അവർ പറയുന്നത്. ഒരു റൊമാൻസ് ഫിലിം കൂടി ആയതുകൊണ്ട് തമന്റെ മ്യൂസിക്കിന് അത്രയും പ്രാധാന്യം ഉണ്ടാവണം. തമൻ ഇതുവരെയും ആ പതിവ് തെറ്റിച്ചിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് നല്ല പാട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ജനുവരി 9 ഇതിന്റെ റിലീസിനോടൊപ്പമാണ് വിജയിയുടെ ജനനായകന്റെയും റിലീസ്. നമുക്ക് മറ്റൊരു താരയുദ്ധത്തിന് കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വരും. അവിടെ രാജസാബ് ആണോ ജനനായകനാണോ എന്ന് ജനം തീരുമാനിക്കും.